പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് സെൽഫ് ഹീൽ ചെയ്യാനായിട്ട് ഒന്ന് പരിശീലിക്കാം. കാരണം ഇന്ന് വളരെയധികം ആളുകൾ പല വിധത്തിലുള്ള ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ആളുകളാണ്. പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. അതിപ്പോൾ സമ്പന്നനായാലും ദരിദ്രനായാലും അല്ലെങ്കിൽ ഏത് അവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളെ അനുഭവിക്കുന്ന ആളുകളാണ്. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ അടുത്ത മാസം തൊട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഹീലിംഗ് റിട്രീറ്റിനെ പറ്റി ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് സെൽഫായിട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെൽഫായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡും കൂടി ഞാൻ പറയാം. അപ്പോൾ ഈ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അടുത്ത മാസം ആദ്യത്തെ ആഴ്ച മുതൽ, അതായത് ആദ്യത്തെ ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 6 മണിക്ക് നമ്മളൊരു ഫ്രീ വെബിനാർ വയ്ക്കുന്നുണ്ട്, ഫ്രീ റിട്രീറ്റ് വയ്ക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു മാസ് ഡിസ്റ്റൻസ് ഹീലിംഗ് റിട്രീറ്റ് ആണ്. ഈ ഒരു റിട്രീറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഹീലിംഗ് മെത്തേഡാണ് ഞാൻ വർഷങ്ങളായിട്ട് ഹീലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് ലഭിക്കുകയും അതിനുശേഷം ഈ ഒരു ഹീലിംഗ് മെത്തേഡിനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഈ ഒരു ഹീലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് അനേകം ആളുകൾക്ക് ഞാൻ ഹീലിംഗ് ചെയ്യുകയും വളരെ വലിയ റിസൾട്ട് നമുക്കുണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡാണ് ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹീലിംഗ് മെത്തേഡ് എനിക്ക് പകർന്നു തന്ന എൻ്റെ ഗുരുക്കന്മാർക്കും ഈ പ്രപഞ്ചബോധത്തിനും ഉള്ള എൻ്റെ ഒരു ദക്ഷിണയായിട്ടാണ് ഈ ഒരു ഫ്രീ റിട്രീറ്റ് സംഘടിപ്പിക്കുന്നത്. അതായത് എല്ലാ ഞായറാഴ്ചയും നമ്മൾ രാവിലെ 6 മണിക്ക് ഈ ഒരു ഹീലിംഗ് റിട്രീറ്റ് നടത്തുന്നതാണ്. അപ്പോൾ ഇത് ഓൺലൈനിലാണ് ഈ ഒരു സെഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ ഗൂഗിൾ മീറ്റിൽ കൂടെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിട്രീറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആകാവുന്നതാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ ഈ ഒരു ഹീലിംഗ് റിട്രീറ്റിൻ്റെ ലിങ്ക് വരിക. ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹീലിംഗ് റിട്രീറ്റ് നമ്മൾ നടത്തുന്നത് നമ്മുടെ ഒരു സാമൂഹ്യ സേവനം എന്ന നിലയിലും, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അതിശക്തമായ ഈ ഒരു എനർജിയെ പകർന്നു തന്ന ഈ പ്രപഞ്ചബോധത്തോടുള്ള എൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈ ഒരു റിട്രീറ്റ് നടത്തുന്നത്. ഈ ഒരു ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ, എൻ്റെ ശിഷ്യന്മാർക്ക്. അവരെല്ലാം ഇപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഹീൽ ചെയ്യുന്നുണ്ട്. മറ്റു പലർക്കും വേണ്ടിയിട്ടും ഹീൽ ചെയ്യുന്നുണ്ട്. ഞാനും ഏതാണ്ട് 4-5 വർഷങ്ങളോളം ഇതിനകത്ത് റിസർച്ച് നടത്തുകയും അങ്ങനെ പലർക്കും വേണ്ടി ഹീൽ ചെയ്യുകയും, അതായത് ഇന്ത്യയിലും വിദേശത്തുമുള്ള പല ആളുകൾക്ക് വേണ്ടി ഹീൽ ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങളെയൊക്കെ അടിമുടി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യൽ വർക്കായിട്ടും ഒരു ചാരിറ്റബിൾ വർക്കായിട്ടുമാണ് ഞാൻ ഈ ഒരു റിട്രീറ്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു റിട്രീറ്റിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു സെൽഫായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ ഹീൽ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്ക് സാധാരണഗതിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളൊന്നെങ്കിൽ പ്രാർത്ഥനയിൽ അഭയം തേടും, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്ത് അഭയം തേടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുക. എന്നാൽ നമുക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാം ഉള്ളിൽ ഏതൊരു പ്രശ്നത്തെയും ഹീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ പ്രപഞ്ചബോധം അന്തർലീനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് പഠിച്ചാൽ, ശരിക്കും ഹീലിംഗ് ശരിയായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ദീക്ഷയെടുത്ത് ഒരു ഗുരുവിൽ നിന്ന് ആ ഹീലിംഗ് പഠിച്ച് ദീക്ഷയെടുത്ത് വേണം ചെയ്യാനായിട്ട്. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സെൽഫായിട്ട് ഹീൽ ചെയ്യാനുള്ള ഒരു രീതി ഞാനിവിടെ പറഞ്ഞുതരാം. ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, അതായത് രോഗാവസ്ഥകളാണെങ്കിലും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഹീൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഹീൽ ചെയ്ത് ജീവിതത്തെ കൂടുതൽ സന്തോഷകരവും അതുപോലെ തന്നെ സമാധാനപരവും ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹീലിംഗ് മെത്തേഡ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പ്രശ്നത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിനുശേഷം
ഒരു 7 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്ത് നിങ്ങൾ സ്വയമേവ റിലാക്സ് ചെയ്യുക. 7 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്ത് സ്വയമേ റിലാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ 2 കൈകളും നമ്മളുടെ ഹൃദയത്തോട്, അതായത് ഹാർട്ട് ചക്രയോട്, അതായത് അനാഹത ചക്രത്തിലേക്ക് ചേർത്ത് വെക്കുക, ഹൃദയ ചക്രത്തിലേക്ക് ചേർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഈശ്വരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഈശ്വരനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ആ ഈശ്വരബോധത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ആ ഈശ്വരബോധത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, അതായത് നിങ്ങളുടെ ആ ഒരു ഈശ്വരബോധത്തെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. കാരണം ഹൃദയമാണ്, അല്ലെങ്കിൽ അനാഹത ചക്രമാണ് ഹീലിങ്ങിനുള്ള സ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അനാഹത ചക്രത്തിലേക്ക് കൈകൾ ചേർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇനി നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ അതിമഹത്തായ ഊർജ്ജത്തെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എനർജി നിങ്ങളുടെ 2 കൈകളിലേക്ക് പ്രസരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ശാരീരികമായ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു കാലിന് വേദനയാണ്, അല്ലെങ്കിൽ ഒരു മുട്ടിന് വേദനയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശാരീരിക പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ആ കൈകൾ രണ്ടും നമ്മുടെ ആ പ്രശ്നമുള്ള ആ സ്ഥലത്തേക്ക് വെച്ചുകൊണ്ട് കുറേ നേരം ആ എനർജി അവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ നിന്നും ആ ഹൃദയത്തിൽ നിന്നുള്ള ആ ഈശ്വര ചൈതന്യമാകുന്ന ആ എനർജി നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ആ പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്ക് പ്രസരിക്കും. അപ്പോൾ അങ്ങനെ പ്രസരിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു 3 ദിവസം തൊട്ട് 7 ദിവസം വരെ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ശാരീരികമായ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കിനി ഒരു മാനസികമായ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു ഭൗതികമായ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ എനർജി എടുത്തതിന് ശേഷം നിങ്ങളുടെ സഹസ്രാര ചക്രത്തിലേക്ക്, അതായത് നമ്മുടെ 7ാമത്തെ ചക്രത്തിലേക്ക് കൈകൾ അവിടെ വെക്കണമെന്നില്ല, നമ്മൾ സ്പർശിക്കണമെന്നില്ല, സ്പർശിക്കാതെ തന്നെ നമ്മുടെ ഓറയിൽ കൈകൾ വെച്ചുകൊണ്ട് ആ ഒരു എനർജി അവിടെ കൊടുക്കുക. അങ്ങനെ എനർജി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഓറയിൽ ആ ഒരു എനർജിയുടെ പ്രതിഫലനം സംഭവിക്കുകയും നമ്മളുമായി ബന്ധപ്പെട്ട ഭൗതികമായ സാഹചര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾ പ്രാഥമികമായിട്ട് ദീക്ഷയൊക്കെ എടുക്കാതെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി അത്ര ആ ഒരു ലെവലിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പരിശീലിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്വയമേവ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നമ്മളുടെ ഹീലിംഗ് റിട്രീറ്റിൽ പങ്കെടുക്കുക. ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് റിട്രീറ്റിൽ പങ്കെടുക്കുക. തികച്ചും സൗജന്യമായി നടത്തപ്പെടുന്ന പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സന്തോഷമുള്ള, സമാധാനമുള്ള വ്യക്തികളും സമൂഹവും കുടുംബങ്ങളുമായി മാറാനായിട്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും നിങ്ങൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ അവരെയും, അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് ഈ ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ പരിഹരിച്ച് സന്തോഷ സമാധാനമുള്ള വ്യക്തികളും കുടുംബങ്ങളും സമൂഹവുമാക്കി മാറ്റാനായിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നിട്ടിറങ്ങാം. അതിനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരും അതിന് എൻ്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് വരിക. അങ്ങനെ സന്തോഷവും സമാധാനമുള്ള വ്യക്തികളായി മാറുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.